ഹലോ ഡിയേഴ്സ്, മക്കളെ നമുക്ക് പഠിക്കാനുള്ള 8ാമത്തെ ചാപ്റ്റർ ആണ് സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രിസംസ് അഥവാ സ്തംഭങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ ആണ് 10ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ള സോളിഡ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 9ാം ക്ലാസ്സിലെ പ്രിസംസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്ത ശേഷം മാത്രം സോളിഡ്സ് പഠിക്കാൻ തുടങ്ങുക. സോളിഡ്സ് ആണ് 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഫോർമുലകൾ ഓർത്തു വെക്കാനുള്ള, ഏറ്റവും കൂടുതൽ സൂത്രവാക്യങ്ങൾ ഓർത്തു വെക്കാനുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അതൊന്നും തന്നെ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കരുത് എന്നുള്ളതാണ് നിങ്ങളോട് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത്. എല്ലാ ഫോർമുലകളും തമ്മിൽ കൃത്യമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷൻ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്കിത് പഠിക്കാൻ. അതിനുവേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് സൈലത്തിൻ്റെ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഏറ്റവും ഗംഭീരമായി തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചാലാണ് വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാ വിഷയങ്ങളിലും A+ ഉറപ്പിക്കാൻ സാധിക്കുക. മാത്സിൽ നിങ്ങൾ A+ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സോളിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ക്രൂഷ്യലാണ്. കാരണം സോളിഡ്സിൽ പല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പഠിക്കാൻ. പ്രധാനമായിട്ടും 4 സോളിഡ്സിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യം തന്നെ സ്ക്വയർ പിരമിഡ്, പിന്നീട് കോണ്, അതുപോലെ തന്നെ സ്ഫിയറും ഹെമിസ്ഫിയറും. അപ്പോൾ ഈ 4 സോളിഡ്സുമായി ബന്ധപ്പെട്ട് സർഫസ് ഏരിയ കാണാനും വോളിയം കാണാനും റേഷ്യോ കാണാനും അല്ലെങ്കിൽ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് പോലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മളെ കാത്തിരിക്കുന്ന ഒരു ചാപ്റ്ററാണിത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഓരോ കോൺസെപ്റ്റും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് പഠിക്കാൻ. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചെയ്ത് തന്നെ പഠിക്കേണ്ടതുണ്ട്. അല്ലാതെ വായിച്ചോ കണ്ടോ അല്ല നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കേണ്ടത്. കൃത്യമായിട്ട് ഓരോ ചോദ്യങ്ങളും പലതവണ ചെയ്ത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ മറ്റൊരു സജഷൻ കൂടെ എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുണ്ട്. അതായത് വരാൻ പോകുന്ന ക്രിസ്മസ് എക്സാമിന് മുമ്പ് തന്നെ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ മൊബൈലിൽ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കൃത്യമായിട്ട് ആ ടൈം പീരീഡിനുള്ളിൽ, അതായത് ഇപ്പോൾ 2-2.5 മണിക്കൂറാണ് നമ്മളുടെ പരീക്ഷയെങ്കിൽ 2.5 മണിക്കൂർ ടൈം ഫിക്സ് ചെയ്തിട്ട് ആ 2.5 മണിക്കൂർ കൊണ്ട് 80 മാർക്കിന്റെ ചോദ്യ പേപ്പർ നമുക്ക് എഴുതി തീർക്കാൻ കഴിയുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു സജഷൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് എഴുതാനുള്ളത് 2.5 മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു പരീക്ഷയാണ്. 80 മാർക്കിന്റെ എക്സാം ആണ് അല്ലേ. അപ്പോൾ 2.5 മണിക്കൂറുള്ള എക്സാം ആദ്യമായി നമ്മൾ എഴുതേണ്ടത് എക്സാം ഹാളിൽ വെച്ചല്ല. അതായത് മുൻ വർഷ ചോദ്യ പേപ്പറുകൾ എടുത്തു വെച്ചുകൊണ്ട് നമ്മളുടെ മൊബൈലിനകത്ത് ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഈ പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്തേണ്ടതുണ്ട്. അതായത് 2019 ചോദ്യ പേപ്പർ നമ്മളുടെ മുന്നിൽ അവൈലബിൾ ആണ്, 2020 ചോദ്യ പേപ്പർ നമ്മളുടെ മുന്നിൽ അവൈലബിൾ ആണ്, 2022 23 ചോദ്യ പേപ്പറുകൾ നമ്മളുടെ മുന്നിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ചോദ്യ പേപ്പറുകളെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടത് ടൈമർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ പരീക്ഷ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ എഴുതി പ്രാക്ടീസ് ചെയ്താൽ 2 ഗുണങ്ങളുണ്ട്. നമ്മൾക്ക് എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് വരുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുമാത്രമല്ല നമ്മളുടെ സ്പീഡും ആക്യുറസിയും എല്ലാം കൂട്ടാൻ നമുക്ക് സാധിക്കും. മറ്റേത് നമ്മൾ എക്സാം ഹാളിൽ എത്തുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു പരീക്ഷ എഴുതുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും, അല്ലെങ്കിൽ അവിടെ വെച്ച് മാത്രമാണ് നമ്മൾ ഇത്തരം പുതിയ ചോദ്യങ്ങളെ നേരിടുന്നത്. അതിനു മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മളുടെ സ്പീഡും ആക്യുറസിയും ഒക്കെ കൂട്ടിക്കൊണ്ട് നമുക്ക് കൂടുതൽ ആത്മവിശ്വാസത്തോടു കൂടി വരാൻ പോകുന്ന ക്രിസ്മസ് പരീക്ഷയെ നേരിടാൻ സാധിക്കും. അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്, സൈലത്തിൻ്റെ ഒരു ലൈവ് പോലും നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഈ ചാനലിൽ നിങ്ങൾക്ക് വേണ്ടി വരുന്ന റെക്കോർഡ് വീഡിയോസും നിങ്ങൾ കാണുക. പറ്റുന്നവരെല്ലാം സൈലത്തിൻ്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.